എങ്ങനെ ദുആ ചെയ്യണം അത് പഠിപ്പിക്കുന്നത് സൂറത്തുൽ ഫാത്തിഹയാണ്. എങ്ങനെ ദുആ ചെയ്യണം? അള്ളാഹുവിനോട് നേരെ ഒറ്റ വാക്കിൽ പറയല്ല, റബ്ബി ഗ്ഫിർലി ലാ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം ലാ ലാ, അങ്ങനെയല്ല. മറിച്ച് എന്ത് വേണം? മര്യാദ വേണം സഹോദര, അദബ് വേണം. അദബാണ് ഇവിടെ പഠിപ്പിച്ചത്. എന്താ? നിങ്ങളുടെ ദുആയുടെ മുമ്പിൽ നിങ്ങൾക്ക് ഹംദ് ഉണ്ടാകണം, നിങ്ങൾക്ക് സനാ ഉണ്ടാകണം, നിങ്ങൾക്ക് അള്ളാഹു നൽകിയ നിഅമത്തുകളെ നമ്മൾ അംഗീകരിക്കണം, എന്നിട്ട് ദുആ ചെയ്യണം. നോക്കൂ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദ് വന്നു, അർറഹ്മാനിർ റഹീം സനാ വന്നു, അല്ലേ? മാലികി യൗമിദ്ദീൻ സനാ വന്നു, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ നമ്മൾ സമ്മതിച്ചു അല്ലാഹുവിനോട്. സുബ്ഹാനല്ലാഹ്. എന്താ സമ്മതിച്ചത്? ഞാനൊരു അടിമയാണ്, ഞാനൊരു അടിമ, പാവം സാധു. ഉബൂദിയ്യത്താണ് എനിക്കിഷ്ടം, അല്ലേ? ഉബൂദിയ്യത്താണ് എനിക്കിഷ്ടം, അടിമത്വമാണ് എനിക്കിഷ്ടം, റബ്ബിന്റെ അടിമയാണെന്ന് കേൾക്കുന്നതാണ് എനിക്കിഷ്ടം. നമുക്ക് മാത്രം അള്ളാഹുവിൻ്റെ റസൂൽ ഇഷ്ടപ്പെട്ടു. അള്ളാഹുവിൻ്റെ റസൂലിന് ഏറ്റവും പോരിശയുള്ള സ്ഥലത്ത് എന്താ പറഞ്ഞത്? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി. അബ്ദ് എന്നാ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിൻ്റെ ഉബൂദിയ്യത്ത്, അള്ളാഹുവിൻ്റെ അബ്ദാണ്. അള്ളാഹുവേ, ഞാൻ നിന്നിലേക്ക് ആവശ്യക്കാരാണ്. യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, ആവശ്യക്കാരനാണ് ഞാൻ. ഇത് പറഞ്ഞ ശേഷം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഇനിയാ പറയേണ്ടത്. അപ്പൊ പ്രാർത്ഥനയ്ക്കുള്ള അദബ് ഇതാണ്. ഇങ്ങനെ പ്രാർത്ഥിച്ചാലോ ആ വാതിൽ, ആ പ്രാർത്ഥിച്ചവന്റെ പ്രാർത്ഥന അള്ളാഹു തട്ടുകയില്ല, അള്ളാഹുവിന്റെ വാതിൽ തുറക്കപ്പെടും. ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ നിന്റെയും പ്രാർത്ഥിക്കുന്നവന്റെയും ഇടയിൽ ഹിജാബ് ഉണ്ടാവുകയില്ല, മറയുണ്ടാവുകയില്ല. അതുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കണം. അതാണ് സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ദുആ ആയത്.